നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പീച്ചിയിൽ താമര വെള്ളച്ചാലിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. താമര വെള്ളച്ചാൽ ഒരു നിവാസി മലയൻ വീട്ടിൽ 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷകരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും നടത്തിപ്പിൽ ആശങ്ക വേണ്ടെന്ന് ജസ്റ്റിൻ ജേക്കബ്. കോൺഗ്രസിനെ ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിലെത്തിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് രാജൻ. തൃശൂർ ജില്ലയിൽ CPM കരുത്തുള്ള പാർട്ടിയാണെന്ന് KV അബ്ദുൽ ഖാദർ. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു BJP, കോൺഗ്രസ്, CPM ജില്ലാ അധ്യക്ഷന്മാർ. സംസ്ഥാന ബജറ്റിൽ പ്രതിഷേധിച്ച് വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. പീച്ചിയിൽ താമര വെള്ളച്ചാലിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. താമര വെള്ളച്ചാൽ ഒരു നിവാസി മലയൻ വീട്ടിൽ 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. രാവിലെ 7 മണിയോടെയാണ് പ്രഭാകരൻ, മകൻ മണികണ്ഠൻ, മരുമകൻ ലിജോ എന്നിവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാടുകയറിയത്. പീച്ചി റേഞ്ചിലെ ഉൾക്കാട്ടിലുള്ള അമ്പടച്ചാൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രഭാകരനെ കാട്ടാന ആക്രമിച്ചു. മരുമകനും മകനും ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇരുവരും ഊരിലെത്തിയാണ് ആക്രമണ വിവരം ഊര് നിവാസികളെ അറിയിച്ചത്. വിവരമറിഞ്ഞ് പീച്ചി വനം വകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷകരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നയവൈകല്യങ്ങൾ മൂലം രാജ്യത്തെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്നും ഉൽപാദന ചെലവിന് ആനുപാതികമായി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതുമൂലം കർഷകർ കൃഷി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷക സമൂഹം തീർത്തും അവഗണിക്കപ്പെടുകയാണെന്നും മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. കർഷക സമൂഹം ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് അധികാരത്തിൽ വന്നത്. അതൊന്നും നടത്താതെയാണ് നിലവിലെ ഭരണമെന്നും സുധീരൻ പറഞ്ഞു. കൂടാതെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ നിയമ ഭേദഗതികൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പുത്തൂർ, ഇരവിമംഗലം, പുഴയോരം ഗാർഡൻസിൽ നടന്ന കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കുള്ള സംസ്ഥാന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യൂസ് ചടങ്ങിൽ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ക്യാമ്പ് ചീഫ് കോർഡിനേറ്റർ KN സജീവൻ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, പോൾസൺ പോൾ, മിനി വിനോദ്, VM കുര്യാക്കോസ്, റോയ് K ദേവസി, ഷാജി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സീനിയർ ജേർണലിസ്റ്റ് ജോർജ് പൊടിപ്പാറ, KPCC മീഡിയ സെൽ കോർഡിനേറ്റർ രാജു P നായർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. നിരന്തരമായ സമരം അവസാനം ഞാൻ തന്നെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചു. തിരുവനന്തപുരത്ത് കർഷക സംഘടനകളെ വിളിച്ചുകൂട്ടി ചർച്ച നടത്തി. ആ ചർച്ചയെ തുടർന്നാണ് റബ്ബർ കർഷകർക്ക്, അന്ന് ഞാൻ അന്വേഷണം ചോദിക്കുകയായിരുന്നു, അന്ന് കേവലം 100 രൂപയിൽ താഴെ ഉണ്ടായിരുന്ന റബ്ബർ വില 150 രൂപ, 85 രൂപ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ 85 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 150 രൂപ മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമായി. കർഷകർക്ക് വലിയൊരു ആശ്വാസം സഹകരണ സ്ഥാപനങ്ങൾ മുഖേന സംഭരിക്കാനുള്ള തീരുമാനമായി. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട ലാൽ വർഗീസ് നെൽപാൽവാടിയായിരുന്നു എന്ന്
അഭിമാനത്തോടുകൂടി ഞങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാൻ പ്രേരണ നൽകിയത്, ഞങ്ങളെ ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് ശക്തമായ പ്രേരണ നൽകിയത് ഞാൻ വർഗീസ് കർപ്പകമണിയായിരുന്നു. അതുകൊണ്ട് കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് മറ്റേതൊരു കാലത്തെക്കാളും കൂടി വരികയാണ്. ഇന്ത്യ കാർഷിക രാജ്യമാണ്, കേരളം കാർഷിക പ്രധാനമായ സംസ്ഥാനമാണ്. പക്ഷേ കർഷക സമൂഹം തീർത്തും അവഗണിക്കപ്പെടുന്നു. കർഷക സമൂഹം നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടം അധികാരത്തിൽ വരുന്നത് നരേന്ദ്രമോദി കർഷകർക്ക് വലിയ വാഗ്ദാനം നൽകി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. അധികാരത്തിൽ വന്നാൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. മോഡി ഗ്യാരണ്ടിയായിരുന്നു. മോഡി ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്, മോഡിയുടെ ഗ്യാരണ്ടിയായിരുന്നു. പിന്നീട് നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിയമത്തിന്റെ പിൻബലമുള്ള താങ്ങുവില എല്ലാ വിലകൾക്കും ഏർപ്പെടുത്തും. നിയമത്തിന്റെ പിൻബലമുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിയമത്തിന്റെ പിൻബലമുള്ള താങ്ങുവില ഏർപ്പെടുത്തും എന്ന് തന്റെ അധികാരത്തിൽ വന്നാൽ ഏർപ്പെടുത്തും എന്ന് എത്ര മനോഹരമായ മുദ്രാവാക്യമാണ്, എത്ര മനോഹരമായ വാഗ്ദാനമാണ്. പക്ഷേ അദ്ദേഹം അതിലേക്കൊന്നും പോയില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, 2000 യഥാർത്ഥത്തിൽ കർഷകർ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം. നമുക്കെല്ലാം കർഷകരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചില്ലെങ്കിലും ഇവിടെ സോണിയാഗാന്ധി നേതൃത്വം നൽകിയ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ 70,000 സർക്കാർ അത് കിട്ടാക്കണം. പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും നടത്തിപ്പിൽ ആശങ്ക വേണ്ടെന്ന് ജസ്റ്റിൻ ജേക്കബ്. ജില്ലയിൽ കനത്ത വെല്ലുവിളികൾ നേരിടുന്ന കോൺഗ്രസിനെ ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം പാഠമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കും. തൃശൂർ ജില്ലയിലെ CPM കരുത്തുള്ള പാർട്ടിയാണെന്നും KV അബ്ദുൽ ഖാദർ. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു BJP, കോൺഗ്രസ്, CPM ജില്ലാ അധ്യക്ഷന്മാർ. മീറ്റ് ദ പ്രസിൽ ആദ്യം സംസാരിച്ചത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആയിരുന്നു. ജില്ലയിൽ പാർട്ടി കനത്ത വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ്. പാർട്ടിക്കകത്തെ വിഷയങ്ങൾ പരിഹരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സുസജ്ജമാക്കണം. ഒപ്പം യുവതലമുറകളെ കീഴടക്കുന്ന ലഹരി ഉപയോഗം, കോളേജുകളിലെ ക്രൂരത നിറഞ്ഞ റാഗിംഗ് പോലുള്ള വിഷയങ്ങളെ നേരിട്ട് ദിശാബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം മുന്നോട്ട് വയ്ക്കുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സമഗ്ര വിജയം നേടുമെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലയിൽ CPM ഏറ്റവും കരുത്തുള്ള പാർട്ടിയാണെന്ന് KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പാർട്ടിയുടെ ഈ നേട്ടം ആരുടെയും ഔദാര്യമല്ല, സാമൂഹ്യ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്തതാണെന്നും CPM ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ലഹരി, റാഗിംഗ് പോലുള്ള വിഷയങ്ങളിൽ പരിഹാരം കാണാൻ കക്ഷി രാഷ്ട്രീയം നോക്കാതെ കൈകോർത്ത് പ്രവർത്തിക്കും. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ പാഠമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. അവഗണനകളെയും എതിർപ്പുകളെയും അതിജീവിച്ചും നേരിട്ടും പ്രതീക്ഷയുടെ നാളുകൾ പങ്കുവയ്ക്കുകയാണ് BJP തൃശൂർ ജില്ലയിൽ ഇപ്പോഴെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. റാഗിംഗ്, ലഹരി മരുന്ന് ഉപയോഗം എന്നീ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ പൊതുസമൂഹത്തിനോടൊപ്പം BJP നിൽക്കും. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലും ജില്ലയിലെ പഞ്ചായത്തുകളിലും BJPക്ക് ഉജ്ജ്വല വിജയം നേടാനാകുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. തൃശൂർ പൂരം അടക്കമുള്ള എല്ലാ ഉത്സവങ്ങളുടെയും നടത്തിപ്പിൽ ഒട്ടും ആശങ്ക വേണ്ടെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ നവീകരണമടക്കം ജില്ലയിലെ നിരവധി വികസനത്തിന് സുരേഷ് ഗോപി നേതൃത്വം നൽകുന്നുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. പരസ്പരം തമാശകളും അഭിപ്രായങ്ങളും പറഞ്ഞ് സൗഹൃദപരമായാണ് 3 പാർട്ടി ജില്ലാ അധ്യക്ഷന്മാർ മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തത്. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു.
പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ സ്വാഗതവും ട്രഷറർ നീലാംബരൻ തുരുത്തിയിൽ നന്ദിയും പറഞ്ഞു. ആശങ്കകൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ വലിയ ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. കനത്ത വെല്ലുവിളികളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുറച്ച് നാളുകളായി പാർട്ടിക്കകത്തുണ്ടായ പല പ്രശ്നങ്ങൾ അത് പല സ്ഥലങ്ങളിൽ നമുക്ക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില പരിക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും വേണം എനിക്ക് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ. പാർട്ടി അധികാരത്തിലെത്തിക്കുക എന്നതിനോടൊപ്പം തന്നെ ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ അത് അഡ്രസ് ചെയ്യുക എന്ന് കൂടിയുള്ളതാണ് എൻ്റെ മനസ്സിൽ. അപ്പം അതിനെ സമൂഹത്തെ ഒരു ദിശാബോധത്തോടു കൂടി നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ എന്നാലാവുകയും ചെയ്യാവുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെല്ലുവിളി. CPIM-ന്റെ ഒരു ബ്രാഞ്ച് മെമ്പറായി ആരംഭിച്ച് ഇപ്പോൾ സമ്മേളനം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകരുമായിട്ടും ഉള്ള ആത്മബന്ധമാണ് എൻ്റെ ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തകർ, വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിലുള്ള, സാമൂഹിക സംഘടനകളിലുള്ള പ്രവർത്തകരും നേതാക്കളും ഒക്കെയായിട്ട് ആത്മബന്ധം മുഴുവനായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ എങ്കിലും പല പാർട്ടികളിലും സുഹൃത്തുക്കളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധം. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ അത് കേവലം തെരഞ്ഞെടുപ്പിലുള്ള പരസ്പര മത്സരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള കുറേയേറെ സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് ജില്ല മാത്രമല്ല, സംസ്ഥാനം മാത്രമല്ല, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ, ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. തുടർ പ്രവർത്തനങ്ങളിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനും സുരേഷ് ഗോപിജി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ടുള്ള പഞ്ചായത്തുകൾ 27 പഞ്ചായത്തുകളിൽ ഈ 5 നിയോജക മണ്ഡലത്തിനകത്ത് സുരേഷ് ഗോപിജി ലോക്സഭാ ഇലക്ഷനിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ പഞ്ചായത്തുകളിൽ ആ വിജയം ആവർത്തിക്കുകയും ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ വിജയത്തിന് ഉതകുന്ന രീതിയിലേക്ക് സംഘടനയെ ഒരുക്കുക എന്നുള്ളതുമായ ഒരു വലിയ പ്രവർത്തന പദ്ധതിയാണ് എന്നിൽ സംഘടന ഏൽപ്പിച്ചിട്ടുള്ളത്. BJP-യെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ച പോലെ റാഗിംഗ് ആയാലും സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ, ലഹരിയായാലും, ഈ വിഷയങ്ങളിലെല്ലാം പൊതുസമൂഹത്തിനൊപ്പം നിൽക്കുവാൻ എൻ്റെ പ്രസ്ഥാനവും അതിനുതകുന്ന ഒരുക്കങ്ങൾ, ബോധവൽക്കരണം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നടത്തണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചട്ടി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെ KPCCയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് കുത്തക മുതലാളികൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബജറ്റ് ജനങ്ങളെ ദ്രോഹിക്കാൻ ലക്ഷ്യമിടുന്നതായി മാറിയെന്നും VM സുധീരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ഷിജു വെളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, കോൺഗ്രസ് നേതാക്കളായ ML ബേബി, ജിത് ചാക്കോ, ES അനിരുദ്ധൻ, A സേതുമാധവൻ, KT ബാബു തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ സംസാരിച്ചു. ആത്മാർത്ഥമായ
രീതിയിൽ അധികാരം വിനിയോഗം ചെയ്തിട്ടുള്ള എത്രയോ മഹാരഥന്മാരായ ഭരണാധികാരികൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിയാകട്ടെ, സംസ്ഥാനത്ത് ഭരിക്കുന്ന പിണറായി വിജയനാകട്ടെ, അവരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളാകട്ടെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, കുത്തക മുതലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ടവരെ മറന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. സംസ്ഥാന സർക്കാർ അതിൻ്റെ ബജറ്റ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ബജറ്റിനെ കാത്തിരിക്കുക. കാരണം ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ അതിന് വലിയ വില കൽപ്പിക്കാറുണ്ട്. ഒരു ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ സമൂർത്തമായി സമഗ്രമായി അവതരിപ്പിക്കുന്ന ഒരു ഏറ്റവും പാവനമായ ഒരു സന്ദർഭമാണ് ബജറ്റ് അവതരണം എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയുണ്ട്. നിർഭാഗ്യവശാൽ ഈ തവണത്തെ ബജറ്റും മുൻകാല ബജറ്റുകളെ പോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കാൻ ലക്ഷ്യമിടുന്നതാണ് എന്നത് അറിയാതിരിക്കാൻ നിർത്തിയില്ല. ഇപ്പോൾ ഭൂനികുതി 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 50%. എന്തിനേറെ കോർട്ട് ഫീ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, നീതി ലഭിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പോകേണ്ടി വന്നാൽ കോടതി ചെലവുകൾ വർദ്ധിപ്പിക്കുന്ന വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്,
തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. LDF സർക്കാരിന്റെ അമിത നികുതി വർധനവിനും കൊള്ളയ്ക്കും വില വർധനവിനുമെതിരെ മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടക്കത്തറ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മാടക്കത്തറ സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് നാളേറെയായി. സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പൂലംകൊണ്ടം, കട്ടിലപ്പൂവം, വാരിക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾ താണിക്കുടത്തു നിന്നും ഓട്ടോറിക്ഷ വിളിച്ചു വേണം വില്ലേജ് ഓഫീസിലേക്ക് എത്താൻ. വില്ലേജ് ഓഫീസിലെ സേവനങ്ങൾക്കോ സർട്ടിഫിക്കറ്റുകൾക്കോ കൃത്യമായ പരിഹാരം കാണാതെ വില്ലേജ് ഓഫീസ് ആളില്ലാത്ത നിശ്ചലമായ അവസ്ഥയിലാണ്. വില്ലേജ് ഓഫീസിന്റെ പരിതാപകരമായ അവസ്ഥ ജനങ്ങൾ വലിയ ദുരിതത്തോടെയാണ് നോക്കിക്കാണുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് ജോൺസൺ മല്യത്ത് അധ്യക്ഷത വഹിച്ച ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ TS മനോജ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NR രാധാകൃഷ്ണൻ, UY അബ്രഹാം, NS നൌഷാദ്, V സുകുമാരൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശകുന്തള സജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അരുൺ പുത്തൻപുരയ്ക്കൽ, INTUC പ്രസിഡന്റ് PS മോഹനൻ, ഷിബു AS, P ശ്രീനിവാസൻ, പഞ്ചായത്ത് മെമ്പർ ജിൻസി ഷാജി, MM ബഷീർ, സേവാദൾ മണ്ഡലം ചെയർമാൻ സന്തോഷ് TB, ഷിജുമോൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ സന്നിഹിതനായിട്ടുള്ള DCC അംഗം മനോജ് കുമാർ അടക്കമുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ഗ്രാമപഞ്ചായത്ത് അംഗമടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, നമുക്കറിയാം ഇന്ന് 1160 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടുക്ക് KPCCയുടെ ആഹ്വാനമനുസരിച്ച് വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെയുള്ള ഒരു ധർമ്മ സമരത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം 50% വർധനവ് ഭൂനികുതിയുടെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ വാട്ടർ ചാർജും അതുപോലെ തന്നെ ഇറിഗേഷൻ ചാർജും വൈദ്യുതി ചാർജും അതുപോലെ തന്നെ സെസ് അത് ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ ഒല്ലൂക്കര വില്ലേജ് ഓഫീസിന് മുന്നിൽ ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് IP പോൾ ഉദ്ഘാടനം ചെയ്തു. അനിൽകുമാർ തെക്കൂട്ട് സ്വാഗതം പറഞ്ഞു. ശ്യാമള മുരളീധരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള മുരളീധരൻ നന്ദി പറഞ്ഞു. PU ഹംസ, ജിജോമോൻ ജോസഫ്, തിമോത്തി വടക്കൻ, KT അബ്രഹാം, സുന്ദരൻ, ജയദേവൻ, നാരായണൻ പാറേക്കാട്ട്, VM സുലൈമാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വില്ലേജ് ഓഫീസുകളുടെ മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇതുപോലെയുള്ള ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ധർണയുടെ ലക്ഷ്യം ഇവിടെ വിശദീകരിക്കുകയില്ല. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വളരെ ജനങ്ങളെ, കർഷക സുഹൃത്തുക്കളെ എല്ലാം ദ്രോഹിക്കുന്ന രീതിയിലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവനെ ദൂർത്തടിക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. നിലവിലുള്ള ഭൂനികുതി തൊട്ട അടിക്ക് 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 100 രൂപയുള്ളത് 150 രൂപയാക്കുന്നു, 300 രൂപയുള്ളത് 450 രൂപയാക്കുന്നു. അങ്ങനെ അതൊന്നും പാവങ്ങളെ ദ്രോഹിച്ചിട്ടില്ല എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനെതിരെയും പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. പുത്തൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിജോ കടവിൽ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നന്ദൻ കുന്നത്ത്, O ശോഭാചന്ദ്രൻ, UK സദാനന്ദൻ, ബിന്ദു സേതുമാധവൻ എന്നിവർ പ്രസംഗിച്ചു. കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി. കുപ്രസിദ്ധ ഗുണ്ടകളായ കരുവന്നൂർ സ്വദേശി മുരിങ്ങത്ത് വീട്ടിൽ സുധീരൻ, കാട്ടൂർ കരാഞ്ചിറ സ്വദേശി തോട്ടാപ്പള്ളി വീട്ടിൽ അജീഷ് എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. സുധീന് കൊടകര പോലീസ് സ്റ്റേഷനിൽ 2019
അടിപിടി കേസും 2024 ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസുമടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അജീഷിന് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ 2021 വീട് അതിക്രമിച്ചു കയറി സ്ത്രീയെ മാനഹാനി വരുത്തിയ കേസിലും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 2024 വീട് ആക്രമിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും CPIയുടെ പഴുവിൽ വെസ്റ്റ് ദേശത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലി തകർത്ത് മേശകളും കസേരകളും നശിപ്പിക്കുകയും 3 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയതിനും പാർട്ടി ഓഫീസിന്റെ മേശയിലുണ്ടായിരുന്ന 80,000 രൂപ എടുത്തുകൊണ്ടുപോയ കേസിലെ പ്രതിയുമാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം, സബ് ഇൻസ്പെക്ടർ CM ക്ലീറ്റസ് ദിനേശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ വിജയകുമാർ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. കാട്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബൈജു ER, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫെബിൻ, രമ്യ എന്നിവർ അജീഷിനെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തിയത്. ബി കൃഷ്ണകുമാർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം 34 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 20 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുള്ള നടപടികൾ സ്വീകരിച്ചും 14 പേരെ ജയിലിൽ അടച്ചിട്ടുള്ളതാണ്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകൾ തുടരുന്നു. അസഭ്യം പറഞ്ഞത് അമ്മയോട് പറഞ്ഞതിലുള്ള വിരോധത്താൽ വീടുകയറി ആക്രമണം, പ്രതികൾ അറസ്റ്റിൽ. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16 കോട്ടപ്പാടം ദേശത്ത് നന്ദിപുരം സ്വദേശിയായ സുഭാഷിനെ അസഭ്യം വിളിച്ചത് അമ്മയോട് പറഞ്ഞതിലുള്ള വിരോധത്താൽ സുഭാഷിന്റെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി സുഭാഷിന്റെ അച്ഛനെ മരവടി കൊണ്ട് തലക്കടിച്ചും സഹോദരിയെ തള്ളി താഴെയിട്ട് സഹോദരിയുടെ അരയിൽ മരവടി കൊണ്ട് അടിക്കാൻ ചെന്ന സുഭാഷിനെ ഇടിച്ചും മരവടി കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചും വീടിന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയ തെക്കേ നന്ദിപുരം സ്വദേശി മൂലേക്കാട്ടിൽ അഭിലാഷിനെ വരന്തരപ്പള്ളി ISHO മനോജ് KN, സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ, ASI ബിജു, പോലീസ് ഉദ്യോഗസ്ഥരായ മുരുകദാസ്, സജീവ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു, കോർപ്പറേഷൻ മേയർ MK വർഗീസ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. 2022-23 വർഷത്തെ ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയാണ് പാലസ് റോഡിലെ 53 സെന്റ് സ്ഥലത്ത് കെട്ടിട നിർമ്മാണം നടത്തിയത്. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളെ ഒരു കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിനാണ് കെട്ടിടം നിർമ്മിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജയപ്രകാശ് പൂവത്തിങ്കൽ, ഡോക്ടർ A അൻസാർ,
പി ബിജു, ജീജ വിജയൻ, സ്റ്റെയ്നി ചാക്കോ എന്നിവർ പങ്കെടുത്തു. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിക്ക് 22 വർഷവും 3 മാസവും കഠിന തടവും പിഴയും ശിക്ഷ ലഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പട്ടികജാതി പെൺകുട്ടിക്ക് നേരെ നടത്തിയ ലൈംഗിക അതിക്രമ കേസിലെ പ്രതി വടക്കേക്കാട് സ്വദേശി കുന്നന്നയ്യിൽ വീട്ടിൽ 33 വയസ്സുള്ള ഷക്കീർ എന്നയാളെയാണ് കുന്നംകുളം പോക്സോ കോടതി 22 വർഷവും 3 മാസം കഠിന തടവിനും 90,500 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2023 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അതിജീവിതയുടെ വീട്ടിലെത്തിയ പ്രതി രാത്രി സമയത്ത് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. തുടർന്ന് വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പോക്സോ ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരവും കേസെടുത്ത് അന്വേഷണം നടത്തിയത്. പ്രതിയുടെ പേരിൽ പോക്സോ കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. വടക്കേക്കാട് പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. SI ആനന്ദ്, ACP KG സുരേഷ് എന്നിവരും DYSP സുന്ദരനും ചേർന്നാണ് കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ബിനോയ് KS ഹാജരായി. പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഗീത M പ്രവർത്തിച്ചു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി 48 മണിക്കൂർ ദേശീയതല ഹാക്കത്തോൺ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൈവ ഭീഷണിയും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തിൽ ശുചിത്വ മിഷനും ജില്ലാ പഞ്ചായത്ത്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, പാഞ്ഞാൾ പഞ്ചായത്ത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 70-ൽ പരം ടീമുകൾ പങ്കെടുക്കും. UR പ്രദീപ് MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചടങ്ങിൽ പങ്കെടുക്കും. ഫാദർ ജോസ് കണ്ണമ്പുഴ, മനോജ് കുമാർ VK, ഡോക്ടർ വിൻസി വർഗീസ്, നൈസ് മേനാച്ചേരി, സുകേഷ് OP, അർജുൻ KM, ജോർജ് ചിറമ്മൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചിയിൽ താമര വെള്ളച്ചാലിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. താമര വെള്ളച്ചാൽ ഒരു നിവാസി മലയൻ വീട്ടിൽ 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കർഷകരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയും നടത്തിപ്പിൽ ആശങ്ക വേണ്ടെന്ന് ജസ്റ്റിൻ ജേക്കബ്. കോൺഗ്രസിനെ ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിലെത്തിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് രാജൻ. തൃശൂർ ജില്ലയിൽ CPM കരുത്തുള്ള പാർട്ടിയാണെന്ന് KV അബ്ദുൽ ഖാദർ. തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു BJP, കോൺഗ്രസ്, CPM ജില്ലാ അധ്യക്ഷന്മാർ. സംസ്ഥാന ബജറ്റിൽ പ്രതിഷേധിച്ച് വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.